കോട്ടയം കുമരകം ചീപ്പുങ്കലിൽ ഹൗസ് ബോട്ട് മുങ്ങിയെന്ന വാർത്ത അല്പസമയം മുമ്പ് പ്രേക്ഷകർ കേട്ടതാണ്, അത് കണ്ടതാണ്. ഉത്തർപ്രദേശ് സ്വദേശികളായ 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? കുമാർ, ഇന്ന് രാവിലെയാണ് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള 4 പേരാണ്, 2 ഫാമിലികളാണ് ഉണ്ടായിരുന്നത്. അവർ കഴിഞ്ഞ ദിവസം കുമരകത്തേക്ക് എത്തുകയും ഈ ഹൗസ് ബോട്ടിൽ ഇന്നലെ രാത്രിയോടുകൂടി താമസിക്കുകയും ചെയ്യുകയായിരുന്നു. ഹൗസ് ബോട്ട് രാത്രി നമുക്കറിയാവുന്നതുപോലെ തന്നെ വേമ്പനാട്ട് കായലിലൂടെ ഓടിക്കാൻ സാധിക്കില്ല. 6 മണിയോടുകൂടി അത് ഡോക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവന്ന് ഹൗസ് ബോട്ട് കെട്ടിയിടും. അവിടെ ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടതാണ്. എന്നാൽ രാത്രിയിൽ ഈ ഹൗസ് ബോട്ടിലേക്ക് വെള്ളം കയറുകയായിരുന്നു. അങ്ങനെ അർദ്ധരാത്രി പുലർച്ചെ ഏകദേശം 2 മണിയോടുകൂടി വെള്ളം ഈ ഹൗസ് ബോട്ട് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ തന്നെ ഇതിലുണ്ടായിരുന്ന യാത്രക്കാരെ പുറത്തിറക്കി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ മറ്റ് ജീവനക്കാരും എത്തി. സമീപത്ത് മറ്റ് ഹൗസ് ബോട്ടുകളും ഉണ്ടായിരുന്നു. അവരെല്ലാം വന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നാലെയാണ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും അവിടേക്ക് എത്തിയത്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്തർപ്രദേശ് സ്വദേശികളായിട്ടുള്ള ഗജേന്ദ്ര സിംഗ്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ജലി, ഒപ്പം തന്നെ സുഹൃത്ത് രാഘവ്, അദ്ദേഹത്തിന്റെ ഭാര്യ ആശ എന്നിങ്ങനെ 4 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഇപ്പോൾ ചികിത്സയിലാണ്. ഇവർ ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ദിലീപ് കുമാർ, അത്ഭുതകരമായാണ് ഉത്തർപ്രദേശ് സ്വദേശികളായ 4 പേർ ഹൗസ് ബോട്ട് മുങ്ങി അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോട്ടയം ചീപ്പുങ്കലിലാണ്, കുമരകത്തിന് സമീപം ചീപ്പുങ്കലിലാണ് സംഭവം. വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.